ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. നമ്മുടെ ഹൈ റേഞ്ചിലൊക്കെ ഷാപ്പുകളിൽ കഴിച്ചിട്ടുള്ള അതേ ടേസ്റ്റുള്ള അതേ പോർക്ക് ഫ്രൈയും പൊറോട്ടയും ഇന്നത്തെ സ്പെഷ്യൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു നല്ല ടേസ്റ്റോടു കൂടിയ വിഭവമാണ് നമ്മുടെ പോർക്ക് ഫ്രൈയും പൊറോട്ടയും അതുപോലെ തന്നെ കപ്പയും. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അതിനാവശ്യമായിട്ട് നമ്മളൊരു 2 കിലോയോളം വരുന്ന പോർക്കിറച്ചി അത്യാവശ്യം വലിയ പീസുകളായി മുറിച്ച് നമ്മൾ 3 പ്രാവശ്യം കഴുകി വാരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി ഇതിലെടുക്കാവുന്നതാണ്. ഇതേപോലെ ഇതിനു വേണ്ടി മറ്റൊരു ഇൻഗ്രീഡിയൻസാണ് വെളുത്തുള്ളി, ഇഞ്ചി അല്പം നീളത്തിൽ കനം കൂട്ടി അരിഞ്ഞത് വേണം, കാരണം വെന്ത് പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ്. പച്ച തേങ്ങ കുത്തിയത് അല്പം മുഴുത്ത പീസായി, അതെല്ലാം മുഴുത്ത പീസായിട്ട് വേണം, റോസ്റ്റ് ആകുമ്പോൾ കടിച്ചു കിടക്കണമല്ലോ. പിന്നെ കുറച്ച് ചെറുള്ളി വേണം. ചെറുള്ളി നമുക്ക് രണ്ടായിട്ട് കീറി ഇതിൻ്റെ കൂടെ ആദ്യം ഇട്ട് വേവിക്കേണ്ടതാണ്. അതിനുശേഷം അവസാനം നമ്മൾ മസാല ചേർക്കുമ്പോൾ സവോള നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് കറിവേപ്പില. അപ്പം നമുക്ക് ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന പോർക്കിറച്ചി ഒരു കുക്കറിലിട്ട് നമുക്ക് 2 മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 വിസിൽ, മുഴുത്ത പീസായതുകൊണ്ട് തന്നെ 2 വിസിലിൽ വെന്തൊന്നും പോകില്ല. നമുക്ക് 2 വിസിലിൽ എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മസാല തയ്യാറാക്കാം കേട്ടോ. ആദ്യമായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്ത് ആ മല്ലിപ്പൊടി ആ മുളക് പൊടിയും കൂടി നമുക്ക് നമ്മുടെ കുക്കറിലേക്കിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇടാൻ മറക്കരുതേ. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇരുന്നാൽ കുഴപ്പമില്ല, നല്ലതാണ്. നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചയിഞ്ചിയും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും, പിന്നെ കുറച്ച് മസാല ഐറ്റംസ്, പെരുംജീരകം, അതുപോലെ ബേ ലീഫ്, നമ്മുടെ ഗ്രാമ്പു, ഏലക്ക, 2 കറുവപ്പട്ട, ഇതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മളിത് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ലീഫൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മൾ മസാല ചേർക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കറുവപ്പട്ടയും അതുപോലെ തന്നെ ആ ബേ ലീഫൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയാൽ നല്ലതായിരിക്കും നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ്. അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് നല്ലതാണ്. ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു സവോള, ഒരു വലിയ സൈസിലുള്ളൊരു സവോള, ചെറുതാണെങ്കിൽ 2 സവോള നമുക്കൊന്ന് അരിഞ്ഞ്, തീരെ കനം കുറച്ചല്ല, അത്യാവശ്യം കനത്തോടു കൂടി നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അത്യാവശ്യം കനത്തിൽ അരിഞ്ഞാൽ മതി കേട്ടോ സവോള. ഒരുപാട് തീരെ ചെറുതായിട്ട് അരിയേണ്ട കാര്യമില്ല. സവോളയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് നമ്മുടെ കുക്കറിൻ്റെ വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ മതി കേട്ടോ നമ്മുടെ പോർക്കിറച്ചിയിൽ. നമുക്കിനി നമ്മുടെ മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പാനൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ചേർക്കാം. നമ്മുടെ സവോള ഒന്ന് വരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രത്തോളം ഓയിൽ മതി. അത്യാവശ്യം പന്നിക്ക് നമുക്ക് നെയ്യുള്ളത് കൊണ്ടേ നമുക്ക് കുറച്ച് മതി. ഇതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു അല്പം ഒരു 10 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തുണ്ടല്ലോ, തേങ്ങാക്കൊത്തൊന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആകണ്ട. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കറിവേപ്പിലയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതും നമുക്കൊന്ന് ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് പച്ചപ്പ് മണം മാറുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇളക്കിയെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഉണ്ടല്ലോ, സവോളയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ.
സവോള അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ചും കൂടെ വഴണ്ടെടുക്കാം. ഇതാ നല്ല പച്ചപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മസാല ചേർക്കാൻ പോകുന്നത്. അത്യാവശ്യം സവോള നന്നായിട്ട് വഴണ്ട് വന്നാലേ നമുക്ക് ഈ ഫ്രൈക്ക് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഒരുപാട് വെന്തും പോകണ്ട. എന്നിട്ട് നമ്മൾ മസാല ചേർക്കാം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി. നമ്മൾ മുൻപ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്താട്ടോ വെച്ചിരിക്കുന്നത്. എന്നാലും ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നമുക്കൊരല്പം കളറും കാര്യങ്ങളൊക്കെ കിട്ടും. കുരുമുളകും ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ കുരുമുളക് ഇടുന്നില്ല, കാരണം കുഞ്ഞുങ്ങൾ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ കുരുമുളക് ഇടുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ആഡ് ചെയ്യാം. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് നമ്മുടെ പോർക്ക് വേവിച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അതിന് മുമ്പ് നമ്മളൊരു ഗരം മസാലയും കുറച്ച് പെരിഞ്ജീരകവും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യണേ. പെരിഞ്ജീരകവും ഗരം മസാലയും മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിയും കുരുമുളക് പൊടിയും, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മസാലയ്ക്ക് ഉപയോഗിക്കുന്നത്. മീറ്റ് മസാല ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ മീറ്റ് മസാല വെറുതെയാണ്, അതിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. ഇത് ഇത്തരത്തിലൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ പോർക്ക് ഇറക്കി വെന്ത ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് മസാല ഒന്ന് തിളയ്ക്കാൻ വിടുകയാണ്. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മസാലയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിറച്ചി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേകാൻ വെക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ അത് ഗ്യാസിൻ്റെ ഫ്ലെയിം പോലെയൊക്കെ അത് ആയിരിക്കും. ഞങ്ങളുടെയൊക്കെ ഇവിടെ അത്യാവശ്യം ഗ്യാസിൻ്റെ ഫ്ലെയിമുണ്ട്. അപ്പം നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഒരു 20 മിനിറ്റ് തിളക്കത്തക്ക രീതിയിൽ നമ്മളൊന്ന് ഇത് ചെയ്യുക. ഇതിൻ്റെ വെള്ളം മുഴുവൻ വറ്റി എണ്ണ വലിയണം. നിങ്ങൾ വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, കാരണം പോർക്കിനകത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ പോർക്കിറച്ചി ഏകദേശം ഒരു റോസ്റ്റ് രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരല്പം കുരുമുളക് പൊടിയും കുറച്ച് പെരിഞ്ജീരകം കൂടെ ഒന്ന് തൂവി ഒന്ന് നന്നായിട്ടൊന്ന് വീണ്ടും കുക്ക് ചെയ്തെടുത്താൽ മതി, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ. ഇതിപ്പോൾ നമ്മളുടെ ആവശ്യമുള്ള റോസ്റ്റ് റെഡിയായി. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേബിളിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. അതിനൊരു പാൻ എടുത്തിട്ട് ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ. ഒരൊറ്റ ഫ്രൈ പോലും ഒന്നിനോടൊന്ന് ചേരാതെ എല്ലാം മസാലയിൽ തന്നെ പൊതിഞ്ഞ് നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡിയായിട്ടുണ്ട് നമുക്കിവിടെ. ഇതിൻ്റെ കൂടെ നമ്മുടെ പച്ചക്കപ്പ പുഴുങ്ങിയതും അതുപോലെ തന്നെ പൊറോട്ടയാണെങ്കിലും അപ്പമാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും എന്ത് ഫുഡാണെങ്കിലും അടിപൊളിയാട്ടോ പോർക്കിറച്ചി. ഇതേ രീതിയിൽ തന്നെ ചെയ്യണം, ഒരുപാട് മാറിപ്പോരുത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് 2 പൊറോട്ടയാണ്. അപ്പോൾ 2 പൊറോട്ട ഒന്ന് ചൂടാക്കാം. ഞങ്ങൾക്കൊക്കെ ഇവിടെ ഈ ഫ്രോസൺ പൊറോട്ട കിട്ടും, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കഷ്ടപ്പാടില്ല. എന്നാലും ഫ്രോസൺ പൊറോട്ട ഒന്ന് 2 ചൂടാക്കി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രോസൺ പൊറോട്ട നല്ല അടിപൊളി പൊറോട്ട കേട്ടോ, ഫ്രോസൺ ആണെങ്കിലും അത് ചൂടാക്കി കല്ലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ലൈക്ക് തരണം, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക, വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ എന്താണ് പറയാൻ, നിങ്ങൾക്കിത് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും Hello, wonderful viewers. Thank you for tuning into our channel. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കേട്ടോ. താങ്ക് യു.